ആയാലും ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം പോകുന്ന ഒരാളാണ്. ഇവിടെ വന്നു ഈ പോകാനുള്ള കാലത്തിൻ്റെ ഇടയിൽ മമ്മിയും ഡാഡിയും പറഞ്ഞു, നിബി നീ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി ഉറക്കമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പോകാറായി, ഇപ്പോൾ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റുള്ളൂ, രാവിലെ തൊട്ടടുത്ത പള്ളി. അപ്പോഴും ഞാൻ പറഞ്ഞത്, ഇപ്പം എൻ്റെ വിസ വരും മമ്മി, എനിക്കിനി ഇപ്പോഴൊക്കെ അല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ, ജോലിക്ക് കയറി എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ 8 മാസം എടുത്ത് എൻ്റെ 8-9 മാസത്തെ തടസ്സങ്ങളാണ് എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു 1.5 മാസം കൊണ്ട് എനിക്ക് മാറിക്കിട്ടിയത്. അതിനു മുമ്പേ ഞാൻ ഒരു ഏപ്രിൽ തൊട്ട് ഞാൻ മുടങ്ങാതെ രാവിലെ എണീറ്റ് പ്രാർത്ഥന എത്തിക്കുകയും പള്ളിയിൽ പോകുകയും ചെയ്തു. പള്ളിയിൽ ഏറ്റവും ലാസ്റ്റ് ഇരുന്ന് കുർബാന കുർബാനയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു ഞാൻ. ഈസ്റ്ററിന് പോലും പുറത്തിരുന്നാണ് ഞാൻ കുർബാന കണ്ടത്. ഞാൻ ഇന്ന് അൾത്താരയുടെ ഏറ്റവും മുൻപിലിരുന്നില്ലെങ്കിൽ എനിക്ക് കുർബാന ഭയങ്കര വിഷമമാണ്. ഒന്ന് മുടങ്ങിയാലോ, ആ കുർബാന ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു വിഷമമാണ് എനിക്ക്. എന്തെങ്കിലും ഒരു ചിന്ത വരാതിരിക്കാൻ, മുമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പോലും എൻ്റെ ചിന്ത വേറൊരു ചിന്തയിലേക്ക് പോയി കുർബാനയിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഇപ്പോൾ ഞാൻ ഏറ്റവും ആൾത്താരയുടെ തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നാണ് ഇപ്പോൾ ഞാൻ കുർബാന കൂടുന്നത്.